കൊരിന്ത്യർക്ക് എഴുതിയ ലേഖനം 1 ലേഖനം 10 അധ്യായം 25 ഞാൻ ആദ്യം വായിക്കാം. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷണം കഴിക്കാതെ കഴിക്കുവിൻ, അല്ലെങ്കിൽ ഭക്ഷിക്കുവിൻ. ഒന്നുകൂടെ വായിക്കാം. അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തും, അല്ലേ? അങ്ങാടിയിൽ വിൽക്കുന്നത് എന്തെങ്കിലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ അതിനെ കഴിക്കാം എന്നുള്ളതാണ് 25 വാക്യം പറയുന്നത്. സോ ഇങ്ങനെ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിഗ്രഹാർപ്പിതം കഴിക്കാമോ എന്നുള്ളതായിരുന്നു നമ്മൾ കഴിഞ്ഞ ആഴ്ച ചിന്തിച്ച് വന്ന കാര്യം. വിഗ്രഹാർപ്പിതം കഴിക്കുന്നതിനെക്കുറിച്ചുള്ള കാര്യങ്ങളാണ്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ കണ്ടു, അങ്ങനെ വിഗ്രഹങ്ങൾ ഏതുമില്ല, വിഗ്രഹങ്ങളിൽ അർപ്പിക്കുന്ന രീതിയുമില്ല, അത് ശരിക്കും ഒരു ആഹാരം എന്നുള്ള രീതിയിലാണ് കഴിക്കുന്നത് എന്നുള്ള രീതിയിൽ നമ്മളത് കഴിഞ്ഞ ആഴ്ച സംസാരിച്ചു. അപ്പോൾ തിരുവത്താഴം കഴിക്കുമ്പോഴും തിരുവോസ്തി കഴിക്കുമ്പോഴും അത് വലിയ പുണ്യതയോടുകൂടെ പാവനതയോടുകൂടെ അതിനെന്തെങ്കിലും പ്രത്യേകത ഉണ്ടെന്നുള്ള രീതിയിലല്ല കഴിക്കുന്നത്. ഒരു കൂട്ടായ്മ ബന്ധത്തിനകത്ത് ഒരു ഫുഡ് കഴിക്കുന്നു, ഷെയർ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ഷെയർ ചെയ്ത് കഴിക്കുന്നു എന്നുള്ളതിൽ കവിഞ്ഞ് അതിന് വേറെ പ്രത്യേകതയൊന്നും ഇല്ലാതെ നമ്മൾ കണ്ടു. ഇതുപോലെ തന്നെയാണ് ക്ഷേത്രത്തിനകത്തുനിന്ന് ഒരു ഉണ്ണിയപ്പം മേടിച്ച് കഴിക്കുമ്പോഴും പ്രസാദം മേടിച്ച് കഴിക്കുമ്പോഴും അതൊരു വിഗ്രഹത്തിൻ്റെ മുമ്പിൽ സമർപ്പിച്ചു എന്ന് പറഞ്ഞ് അതിന് പ്രത്യേകതയൊന്നുമില്ല. അതിലെന്തെങ്കിലും നെഗറ്റിവിറ്റി വരുമെന്നോ അതിലെന്തെങ്കിലും പോസിറ്റിവിറ്റി വരുമെന്നോ ഒന്നുമില്ല. നമ്മൾ ഉണ്ടാക്കുന്നത് പോലെ തന്നെയാണ് ആ ആഹാരത്തിന്, വേറൊരു പ്രത്യേകതയില്ല. സോ ഇതുപോലെ ചന്തയിൽ അല്ലെങ്കിൽ നമ്മൾ പുറത്തുനിന്ന് സാധനം മേടിക്കുമ്പോൾ, കടകളിൽ നിന്ന് സാധനം മേടിക്കുമ്പോൾ, ഭക്ഷ്യസാധനം മേടിക്കുമ്പോൾ എന്തൊക്കെയാണ്, അരി, പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങൾ മേടിക്കുമ്പോൾ ഒരു പക്ഷേ അതെല്ലാം പൂജിച്ച സാധനങ്ങളാകാം, വിഗ്രഹങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ച സാധനങ്ങളാകാം. പക്ഷെ നമ്മളത് കഴിക്കുന്ന സമയത്ത് അങ്ങനെ പൂജ ചെയ്തതാണ്, വിഗ്രഹാർപ്പിതമാണ്, അതിന് വേറെന്തെങ്കിലും പ്രത്യേകതയുണ്ട്, ഇതൊന്നും നോക്കിയിട്ടല്ല നമ്മൾ ഇന്നും മേടിക്കുന്നത്, ഇനിയും മേടിക്കാൻ പോകുന്നത്, അല്ലേ? നമ്മൾ അരി മേടിക്കുന്ന സമയത്ത് അപ്പുറത്തെ ചേട്ടൻ്റെ കടയിൽ പോയിട്ട് 5 കിലോ അരി മേടിക്കുമ്പോഴത്തേക്ക് ആ ചേട്ടനോട് ചോദിക്കുക, ചേട്ടാ ഇത് ക്രിസ്ത്യാനി ഉണ്ടാക്കിയ അരി തന്നെയാണോ? ഇത് കൃഷി ചെയ്തതും പാക്ക് ചെയ്തതും എല്ലാ കാര്യങ്ങളും ചെയ്തത് ക്രിസ്ത്യാനി തന്നെയാണോ? എന്നാൽ മാത്രം എനിക്കത് മതി എന്ന് ചോദിച്ചിട്ടല്ലല്ലോ നമ്മൾ മേടിക്കുന്നത്. പച്ചക്കറി കടയിൽ പോയിട്ട് നമ്മൾ പച്ചക്കറി മേടിക്കുന്ന സമയത്ത് ചേട്ടാ ഇത് തോമസ് കുട്ടി ഉണ്ടാക്കിയത് തന്നെയാണോ എന്ന് ചോദിച്ചിട്ടല്ലല്ലോ മേടിക്കുന്നത്, ആണോ? അല്ല. സോ പച്ചക്കറി മേടിക്കുമ്പോഴും മറ്റുള്ള സാധനങ്ങൾ മേടിക്കുമ്പോഴും നമ്മൾ അങ്ങാടിയിൽ നിന്ന് വിൽക്കുന്ന സാധനങ്ങളെല്ലാം മേടിക്കുന്ന സമയത്ത് വേറെ ഒന്നും നമ്മൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. അത് ഭക്ഷണ പദാർത്ഥമാണ്, അത് കഴിക്കാൻ നൽകിയിരിക്കുന്നതാണ്, അതിനകത്ത് വേറെ ഒരു തരത്തിലുള്ള ദോഷങ്ങളും ഉണ്ടോ എന്ന് അന്വേഷിക്കേണ്ട കാര്യം ഇല്ല. സ്തോത്രത്തോടെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് അതൊരു ഭക്ഷണ പദാർത്ഥമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഒരു പ്രശ്നവും ഉണ്ടാകത്തില്ല. ഓക്കെ, അപ്പോൾ അതാണ് പൗലൂസ് പറയുന്നത്. നിങ്ങൾ മേടിച്ച് കഴിക്കുന്ന സമയത്ത് അതൊരു ആഹാരമായിട്ട് തന്നെ കഴിക്കുക, അതിന് കൂടുതൽ അതിനകത്തൊന്നും കാണേണ്ട ആവശ്യമില്ല. എന്നിട്ട് പറയുകയാണ്, ഭൂമിയും അതിൻ്റെ പൂർണ്ണതയും ആർക്കുള്ളതാണ്? കർത്താവിനുള്ളതാണ്. അപ്പോൾ ഈ ഭൂമിക്കകത്ത് വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം കർത്താവിൻ്റെ ഹിതപ്രകാരവും കർത്താവിൻ്റെ അറിവോടുകൂടെയും വച്ചിരിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇതിനകത്തൊരു ഗോതമ്പ് ചെടി വളർന്ന് ഗോതമ്പ് കാച്ചാലും, നെൽച്ചെടി വളർന്ന് നെല്ല് കാച്ചാലും, പേരയ്ക്ക ഉണ്ടായാലും, പച്ചക്കറികളുണ്ടായാലും, പഴവർഗ്ഗങ്ങളുണ്ടായാലും ഇതെല്ലാം ഉണ്ടായി വരുന്നത് ദൈവം ഈ പ്രപഞ്ചത്തിനകത്ത് വെച്ചിരിക്കുന്ന സിസ്റ്റം ഉപയോഗിച്ചിട്ടാണ്. അല്ലാതെ പൂജാകർമ്മങ്ങൾ ചെയ്തിട്ടോ മറ്റെന്തെങ്കിലും ആചാരാനുഷ്ഠാനങ്ങൾ ചെയ്തിട്ടോ അല്ല ഈ കാര്യങ്ങളൊന്നും ഉണ്ടാകുന്നത്. ഇതെല്ലാം കർത്താവിൻ്റെ സിസ്റ്റത്തിനകത്തുള്ള കാര്യങ്ങളാണ്. ഓക്കെ, അപ്പോൾ അത് ആര് കൃഷി ചെയ്താലും, ഹൈന്ദവൻ കൃഷി ചെയ്താലും, ക്രിസ്ത്യാനി കൃഷി ചെയ്താലും, മുസ്ലിങ്ങൾ കൃഷി ചെയ്താലും ഈ വേർതിരിവെല്ലാം മനുഷ്യരുണ്ടാക്കി വെച്ചതാണ്. ദൈവത്തിൻ്റെ വ്യൂ പോയിൻറ്റിനകത്ത് ക്രിസ്ത്യാനി എന്നില്ല, ഹൈന്ദവൻ എന്നില്ല, മുസൽമാൻ എന്നില്ല, ജൂതമതം എന്നില്ല, ഒന്നുമില്ല. അപ്പോൾ എല്ലാ കാര്യങ്ങളും കർത്താവ് ഏകമായിട്ട് കാണുന്നു എന്നുള്ളതുപോലെ നമ്മളും അങ്ങനെ കാണാനായിട്ട് പഠിക്കണം എന്നാണ് പൗലൂസ് പറയുന്നത്. ഇതൊക്കെ ബൈബിളിലുള്ളതാണേ. ഓക്കെ, ഞാൻ എൻ്റെ കൈ നിട്ട് പറയുന്നതൊന്നുമല്ല, ഇതെല്ലാം ബൈബിളിനകത്തുള്ള കാര്യങ്ങൾ. അടുത്ത എഴുതിക്ക് നോക്കി 27 വാക്യം. അവിശ്വാസികളിൽ ഒരുവൻ. ഇവിടെ അവിശ്വാസികളെന്ന് പറയുന്നത് അവർ കൂടിയിരിക്കുന്ന ഇപ്പോൾ ആ ക്രൈസ്തവ വിശ്വാസത്തിന്, ആ ക്രിസ്തു വിശ്വാസത്തിൽ ഇല്ലാത്ത ഒരു വ്യക്തി, അതിനാണ് അവിശ്വാസി എന്നിവിടെ പൗലൂസ് ഉദ്ദേശിക്കുന്നത്. സോ അവിശ്വാസികളിൽ ഒരുവൻ നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾക്ക് പോകുവാൻ മനസ്സുണ്ടെങ്കിൽ മുമ്പിൽ വിളമ്പുന്നത് എന്തായാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ അത് ഭക്ഷിക്കാനാണ് പറയുന്നത്. പക്ഷെ നമ്മുടെ ക്രിസ്ത്യാനികൾ ഇത് പഠിപ്പിക്കുന്നത് എന്താ? പെന്തക്കോസ് പാസ്റ്റർമാർ പഠിപ്പിക്കുന്നത് എന്താ?
പള്ളിയിൽ അച്ഛന്മാർ പഠിപ്പിക്കുന്നത് എന്താ? ഹൈന്ദവരുടെ വീട്ടിൽ പോയി കഴിക്കരുത്, മുസ്ലിങ്ങളുടെ വീട്ടിൽ പോയി കഴിക്കരുത്. ബൈബിൾ പറയുന്നത് എന്താ? അങ്ങനെ ഒരു വ്യക്തി നിന്നെ സന്തോഷത്തോടുകൂടെ വിളിച്ചു കഴിഞ്ഞാൽ അവിടെ പോകുക, എന്ത് വിളമ്പിയാലും മനസാക്ഷി നിമിത്തം ഒന്നും അന്വേഷിക്കാതെ അതങ്ങ് കഴിക്കാനാണ്. ഈ മനസാക്ഷി എന്ന് പറയുന്നത് എന്താണെന്ന് അടുത്ത് പറയുന്നുണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ എന്നെ കേൾക്കുന്ന വ്യക്തികൾ ഇത് മനസ്സിലാക്കണം. ബാക്കിയുള്ള വ്യക്തികൾ എങ്ങനെ ആയിക്കോട്ടെ, അവരച്ഛന്മാരെ പറയുകയോ പാസ്റ്റർമാരെ പറയുകയോ ഒക്കെ പോയിക്കോട്ടെ, അതൊന്നും എനിക്ക് വിഷയമല്ല. ഓക്കെ, പക്ഷേ സത്യം അന്വേഷിക്കുന്ന വ്യക്തികൾ, സത്യം മനസ്സിലാക്കി അതിങ്ങനെ ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികളോടുത്ത് ബൈബിൾ പറയുന്നു, പൗലൂസ് പറയുന്നു. എന്താ പറയുന്നത്? അവിശ്വാസികളായ ഒരുവൻ, അത് നിങ്ങളുടെ കൂട്ടുകാരനാകാം, മറ്റേതെങ്കിലും തരത്തിൽ നിങ്ങളുടെ കൊളീഗാകാം, ഏതൊരു വ്യക്തിയും ആകട്ടെ, അവിശ്വാസിയായ ഒരു വ്യക്തി അല്ലെങ്കിൽ മറ്റു മതത്തിൽ വിശ്വസിക്കുന്ന ഒരു വ്യക്തി നിങ്ങളെ അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് ക്ഷണിച്ച് നിങ്ങൾക്ക് ഭക്ഷണം തന്നു കഴിഞ്ഞാൽ അതെന്ത് തന്നാലും അതിൻ്റെ സന്തോഷത്തോടു കൂടെ കഴിക്കാനാണ് പറയുന്നത്, മാറ്റിവെക്കാൻ പറയുന്നില്ല. അവിടെ ഒരു കുറച്ച് ഫുഡ് കൊണ്ട് വരുമ്പോഴത്തേക്ക് അവിടെ ഇരുന്ന് കയ്യിൽ വെച്ചിട്ട് സ്തോത്രം സ്തോത്രം ഹല്ലേലൂയ സ്തോത്രം രക്തം ചെയ്യും. നോ, അങ്ങനെ കഴിക്കാനല്ല. ഓക്കെ, ഇനി എന്താ ഈ മനസാക്ഷി എന്ന് പറഞ്ഞിരിക്കുന്നതെന്ന് നോക്കിയേ. 28 പറയുന്നു, എങ്കിലും ഒരുവൻ ഇത് വിഗ്രഹാർപ്പിതം എന്ന് നിങ്ങളോട് പറഞ്ഞാൽ ആ അറിയിച്ചവൻ നിമിത്തവും മനസാക്ഷി നിമിത്തവും തിന്നരുത്. അപ്പോൾ ഈ പറയുന്ന വ്യക്തി, ഇപ്പോൾ സപ്പോസ് ഞാനൊരു ഉദാഹരണം പറയാം. ഞാനിപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിൽ പോകണം, അദ്ദേഹം ഒരു മുസ്ലിം സഹോദരനാണെന്ന് ഇരിക്കട്ടെ. ആ മുസ്ലിം സഹോദരൻ്റെ വീട്ടിൽ ഞാനിങ്ങനെ പോകുമ്പോൾ അദ്ദേഹം കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് കഴിക്കാനായിട്ട് ഇങ്ങനെ കൊണ്ടവിടെ വെക്കുന്നു. അപ്പോഴത്തേക്ക് എൻ്റെ കൂടെ വന്നിരിക്കുന്ന ഒരു പെന്തിക്കോസ് വിശ്വാസിയാണെന്നിരിക്കട്ടെ. അപ്പോൾ ഈ പെന്തിക്കോസ് വിശ്വാസി പറയണം, നോ അത് കഴിക്കരുത്, അത് പിന്നെ മുസ്ലിങ്ങൾ സഹോദരങ്ങൾ അതിനകത്ത് എന്തൊക്കെ ഊതിക്കൊണ്ട് വരുന്നതാണ്, അതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവൻ്റെ അവിശ്വാസ നിമിത്തം, ഇവൻ്റെ മനസാക്ഷി നിമിത്തം, ഇവന് വിശ്വാസമില്ലാതിരിക്കുന്ന ഈ പൊട്ട മനസ്സ് നിമിത്തം, ഇവൻ്റെ ദുർമനസാക്ഷി നിമിത്തം അവന് ഇടർച്ചയുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ കഴിക്കാതിരിക്കുന്നത് നല്ലതെന്നാണ് പൗലൂസ് പറയുന്നത്. അതുകൊണ്ട് ഇത് കഴിച്ചുകൂടാത്തതുകൊണ്ട് കഴിക്കാത്തതല്ല, എൻ്റെ കൂടെ ഇരിക്കുന്ന പൊട്ടൻ ഇത് മനസ്സിലാകാത്തത് കൊണ്ട് കഴിക്കരുതെന്നാണ്. അപ്പോൾ എത്ര നാൾ ഞാൻ ഇവനെ പൊട്ടനാക്കി വെച്ചുകൊണ്ടിരിക്കണം എന്നുള്ളത് എൻ്റെ ക്വസ്റ്റ്യനാണ്. അതിന് ഉത്തരം കണ്ടെത്തേണ്ട ഞാനാണ്. പോകുന്നിടത്തെല്ലാം ഇവൻ എനിക്ക് ഇടർച്ചയായാലോ, നല്ല ഒന്നാന്തരം മട്ടൻ ബിരിയാണി തരുന്ന സ്ഥലത്ത് ഇവനെയും കൊണ്ട് പോയാലോ? അപ്പോൾ ഞാൻ ഇനി അവൻ എന്ത് പറഞ്ഞ് മനസ്സിലായിക്കൊണ്ടോ? അജീവനാന്ത ഇവൻ പൊട്ടനായിട്ട് ഇവനെ കൊണ്ട് നടക്കണോ? ഞാൻ അവനെ പറഞ്ഞ് എഡ്യൂക്കേറ്റ് ചെയ്യണം. ബൈബിൾ എടുത്ത് വെച്ചിട്ട്, എടാ മോനെ, വിഗ്രഹങ്ങൾ ഏതുമില്ല, വിഗ്രഹാർപ്പിതം ഏതുമില്ല, ഭൂമി കർത്താവിൻ്റെതാ, അതിൻ്റെ പൂർണ്ണത കർത്താവിനുള്ളതാ, ഇതിനകത്തുള്ളതെല്ലാം കർത്താവ് സൃഷ്ടിച്ചതാ. ഏതെങ്കിലും ഒരു ബിംബത്തിൻ്റെ അടുത്ത് കൊണ്ട് വെച്ചെന്ന് പറഞ്ഞിട്ട് അതിന് പ്രത്യേകിച്ച് നെഗറ്റിവിറ്റിയോ പോസിറ്റിവിറ്റിയോ ഉണ്ടാകുന്നില്ല. ഇതെല്ലാം അവനെ എഡ്യൂക്കേറ്റ് ചെയ്യേണ്ട ചുമതല കർത്താവ് ആരെ ഏൽപ്പിച്ചിരിക്കുന്നത്? എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. അപ്പം ഞാൻ അവനെ എന്നും ബലഹീനനായിട്ട് വെച്ചുകൊണ്ടിരുന്ന് കഴിഞ്ഞാൽ എൻ്റെ ഉത്തരവാദി കർത്താവ് എന്നോടേ ചോദിക്കത്തുള്ളൂ, അവനോട് ചോദിക്കത്തില്ല. ഇന്ന് യേശു കർത്താവ് വന്നു പോയിട്ട്, അല്ലെങ്കിൽ ഈ ബൈബിൾ എഴുതി കഴിഞ്ഞ് 2000 വർഷമായിട്ടും ഇന്നും ആൾക്കാരെല്ലാം ബലഹീനന്മാരാണെന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ഇന്ന് ബൈബിളും എടുത്തുകൊണ്ട് നടക്കണവന്മാരെയൊക്കെ ചൂല് മുക്കി അടിക്കണം. കാരണം അവനൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്വങ്ങൾ ചെയ്യാത്തത് കൊണ്ടാണ് ഇന്നും ബലഹീനരായിട്ട് തുടരുന്നത്, അല്ലേ? അപ്പോൾ വളരെ വ്യക്തതയോടുകൂടെ പൗലൂസ് വിഗ്രഹങ്ങളെക്കുറിച്ചും വിഗ്രഹാർപ്പിതങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടാണ് ചില വ്യക്തികളെക്കുറിച്ച് അവൻ്റെ ബലഹീന ഹൃദയം വ്രണപ്പെടാതിരിക്കാൻ അവൻ്റെ മനസാക്ഷി നിമിത്തം നീ കഴിക്കരുത് എന്ന് പറഞ്ഞിരിക്കുന്നത്. എന്ന് പറഞ്ഞ് അജീവനാന്തം കഴിക്കാതിരിക്കാനും അവനെ ബലഹീനനായിട്ട് തുടരാനും അനുവദിക്കണം എന്നല്ല അതിൻ്റെ അർത്ഥം. ഈ രീതിയിൽ ബൈബിളിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെ വ്യക്തതയോടുകൂടെ വ്യാഖ്യാനിക്കാനും ഗ്രഹിക്കാനും പഠിപ്പിക്കാനും പറ്റാതിരിക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ ശാപമെന്ന് പറയുന്നത്. നന്ദിയോടെ അനുഭവിച്ച സ്തോത്രം ചെയ്ത സാധന നിമിത്തം ഞാൻ ദുഷിക്കപ്പെടുന്നത് എന്തിന്? ആകയാൽ നിങ്ങൾ തിന്നാലും കുടിച്ചാലും എന്ത് ചെയ്താലും ദൈവത്തിൻ്റെ മഹത്വത്തിനായി ചെയ്യുവേൻ. ഓക്കെ, അപ്പോൾ ശരിക്കും ഈ കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കുന്നതോടൊപ്പം നമ്മൾ ഇത് വ്യക്തികളെ എഡ്യൂക്കേറ്റ് ചെയ്യണം, അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ഒരു എക്സ്ക്ലൂഡ് ചെയ്യേണ്ട ഭക്ഷണ പദാർത്ഥങ്ങളൊന്നും ഈ ഭൂമിക്കകത്ത് ദൈവം വെച്ചിട്ടില്ല. ഇതെല്ലാം നമുക്ക് ആസ്വദിച്ച് കഴിക്കേണ്ട സാധനങ്ങൾ തന്നെയാണ് എന്നുള്ളത് എല്ലാ വ്യക്തികളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം നമുക്കാണ്.
അപ്പോൾ ഇന്ന് മതത്തിൻ്റെ കൾട്ടായിട്ടുള്ള ഉപദേശങ്ങൾ ഈ രീതിയിൽ നിൽക്കുന്നത് കൊണ്ടാണ് ഇത്തരത്തിൽ നമുക്ക് ഒത്തിരി ഉത്തരവാദിത്വങ്ങൾ സൊസൈറ്റിയോട് നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്വം ചെറുതല്ല, വളരെ വലുതാണ്. അപ്പോൾ നമ്മളതിനെക്കുറിച്ച് അവെയറാകുകയും വ്യക്തമായി മനസ്സിലാക്കുകയും മറ്റുള്ളവരത് പഠിപ്പിക്കുകയും നമ്മൾ ചെയ്യണം. നമ്മൾ പ്രാർത്ഥിച്ചാൽ അതുണ്ടാകും. യേശു കർത്താവ് ചെയ്തതുപോലെയുള്ളൊരു ശുശ്രൂഷ, പൗലൂസും പത്രോസും ഒക്കെ ചെയ്തതുപോലുള്ളൊരു ശുശ്രൂഷ, ചിലതിനെ നശിപ്പിക്കാനും ചിലതിനെ ഉണ്ടാക്കിയെടുക്കുവാനും. ആ ദൈവരാജ്യത്തിൻ്റെ താക്കോൽ പത്രോസിൻ്റെ കയ്യിൽ കൊടുത്തിട്ട് കർത്താവ് പറഞ്ഞതാണ്, നീ ഇവിടെ അഴിക്കുന്നത് സ്വർഗ്ഗത്തിൽ അഴിക്കപ്പെട്ടിരിക്കും, നീ ഇവിടെ കെട്ടുന്നത് സ്വർഗ്ഗത്തിൽ കെട്ടപ്പെട്ടിരിക്കും. ആ കൺസ്ട്രക്ഷൻ്റെയും ഡിസ്ട്രക്ഷൻ്റെയും അധികാരം കർത്താവ് നമ്മുടെ കയ്യിലാണ് നൽകിയിരിക്കുന്നത്. ആ അധികാരം ഉപയോഗിച്ച് ശരിക്കും ദൈവരാജ്യത്തിൻ്റെ മാനിഫെസ്റ്റേഷന് വേണ്ടിയിട്ട് വിളിക്കപ്പെട്ട വ്യക്തികളാണ് നമ്മൾ. ആ കാര്യങ്ങളെല്ലാവരുടെയും ഹൃദയത്തിനകത്ത് വളരെ വ്യക്തതയോടുകൂടെ പതിയട്ടെ. വെറുതെ ബൈബിളിലെ കാര്യങ്ങൾ വ്യാഖ്യാനിച്ച് കേട്ട് അങ്ങനെ മത്ത് പിടിച്ചിരിക്കുന്നവരായിട്ടല്ല. ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങൾ എഴുതി വെച്ച് കർത്താവിൻ്റെ അധികാരത്തിൽ നിന്ന് അതിൻ്റെ നേരെ കൺഫസ് ചെയ്ത് പ്രാർത്ഥിക്കുവാനായിട്ടുള്ള ത്വര എല്ലാവർക്കും ഉണ്ടാകട്ടെ. ആ അധികാരത്തെക്കുറിച്ചുള്ള ബോധമുണ്ടാകട്ടെ. ഞാൻ ആരാണെന്നുള്ളത് വ്യക്തത എല്ലാവർക്കും ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും എന്നെ കർത്താവ് വിളിച്ചത് എന്തിനാണെന്നുള്ള വ്യക്തത എല്ലാവർക്കും ഉണ്ടാകട്ടെ. വെറുതെ വീട്ടിലിരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളെ ഓർത്ത് അങ്ങനെ കൺഫസ് ചെയ്ത് അതിനെ കർത്താവ് ആഗ്രഹിക്കുന്ന തരത്തിൽ അതിനെ തിരിക്കുവാൻ തക്കവണ്ണം വ്യക്തികളുടെ ഉള്ളിലേക്ക് കർത്താവെ ആ ദൈവിക ജ്ഞാനം കൊടുത്താട്ടെ. താങ്ക് യു ഡാഡി. അങ്ങനെ ഞാൻ എല്ലാവരെയും ബ്ലസ് ചെയ്യുന്നു. ബൈബിൾ പറയുന്നത് പോലെ പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചത്തത. നമുക്കൊരു ചത്ത കൂട്ടായ്മ വേണ്ട. കയ്യടി പാട്ടും പാടി ചുമ്മാ എല്ലാ ദിവസവും കുറേ ബൈബിൾ വ്യാഖ്യാനിച്ചിരിക്കുന്ന ഒരു ചത്ത കൂട്ടായ്മ ഞങ്ങൾക്ക് വേണ്ടപ്പാ. കേൾക്കുന്ന കാര്യങ്ങളെ ലൈഫിനകത്ത് അബ്സോർബ് ചെയ്തുകൊണ്ട് അതിനകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന, ചില കാര്യങ്ങളെ കൺഫസ് ചെയ്യുന്ന, ചില കാര്യങ്ങളെ ഇറങ്ങി നിന്ന് പ്രവർത്തിക്കാൻ കെൽപ്പുള്ള വ്യക്തികളായിട്ട് മാറട്ടെ എല്ലാവരും. 80-ാമത്തെ വയസ്സിലും മോശ ഇറങ്ങി നിന്ന് ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുപോലെ ഡാഡി ഇതിനകത്ത് ആത്മീയ ശുശ്രൂഷയ്ക്കകത്ത് പ്രായം ഒരു വിഷയമല്ല. എൻ്റെ നാവ് തടിച്ചിരിക്കുക കർത്താവ്, എനിക്ക് സംസാരിക്കാൻ പറ്റില്ല എന്ന് മോശ പറഞ്ഞപ്പോൾ, എടാ എൻ്റെ കൃപ നിനക്ക് മതി. നിൻ്റെ നാക്ക് തടിച്ചാണെങ്കിലും മെലിഞ്ഞാണെങ്കിലും നിനക്ക് ഊമയാണെന്നുണ്ടെങ്കിലും എനിക്കതൊരു വിഷയമല്ല. എൻ്റെ കൃപ നിന്നോട് കൂടി ഇരിക്കുമ്പോൾ ഞാൻ നിന്നെ നടത്താം, ഞാൻ നിന്നെ പുലർത്താം. അത് കർത്താവിൻ്റെ വാക്കാണ്. അതുകൊണ്ട് ഇല്ലായ്മകളെ നോക്കിയോ ഉള്ള അവസ്ഥയെ നോക്കിയോ ഇരിക്കാതെ കർത്താവിൻ്റെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് തൻ്റെ ഇടത്തോടെ മുന്നോട്ട് പോകുന്ന പോരാളികളായി നിൽക്കുവാൻ തക്കവണ്ണം ഞാൻ എല്ലാവരെയും അനോയിൻറ്റ് ചെയ്യും. അങ്ങനെ ബ്ലസ് ചെയ്യുന്നു. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ ചിന്തിച്ച് പേടിച്ച് അങ്ങനെ പിന്നോക്കം, കർത്താവ് പറഞ്ഞ് കലപ്പയ്ക്ക് കൈവച്ചിട്ട് പിന്നോക്കം നോക്കരുത്. പേടിച്ച് പിന്നോട്ട് നോക്കരുത്. എന്തുണ്ട് എന്തില്ല എന്ന് പറഞ്ഞ് പിറകോട്ട് നോക്കരുത്. കലപ്പയ്ക്ക് കൈവച്ച് കഴിഞ്ഞാൽ മുന്നോട്ട് തന്നെ ലക്ഷ്യം ലാക്കാക്കി മുന്നോട്ട് തന്നെ പോകുവാൻ, അങ്ങനെ കാലെടുത്ത് വെക്കുമ്പോൾ കർത്താവ് സാധ്യതകളെ, അവസരങ്ങളെ കർത്താവ് തുറന്നു തരും. അങ്ങനെ ലക്ഷ്യത്തിലെ മാത്രം ഫോക്കസ് ചെയ്ത് പോകുന്ന വ്യക്തികളായിട്ട് എല്ലാവരും മാറുവാൻ തക്കവണ്ണം ഞാൻ എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു ഡാഡി. താങ്ക് യു ഡാഡി. ഉണ്ടാകുന്ന നെഗറ്റീവ് സിറ്റുവേഷൻസിനെ നോക്കി ഭയപ്പെട്ടിരിക്കാതെ, അയ്യോ സംഭവിച്ചു പോയേ എന്ത് ചെയ്യണം, ഇനി എങ്ങനെ മുമ്പോട്ട് പോകുമെന്ന് പറഞ്ഞ് ആകുല ചിത്തരായിരിക്കാതെ കർത്താവിനാൽ പ്രാപിച്ച അഭിഷേകത്തിൻ്റെ ശക്തിയോടുകൂടെ അടുത്ത സ്റ്റെപ്പ് വെച്ച് മുന്നോട്ട് ആഞ്ഞു പോകുവാൻ തക്കവണ്ണം. യാ ഡാഡി, അങ്ങനെ വചനമുണ്ട്. പൗലോസ് അങ്ങനെ പറയുന്നു, പിന്നിലുള്ളത് മറന്നും മുമ്പിലുള്ള ആഞ്ഞുകൊണ്ട് അല്ലാക്കിലേക്ക് ഓടുന്നവരായി മാറുവാൻ തക്കവണ്ണം കർത്താവ് എല്ലാവരും ഞാൻ ബ്ലസ് ചെയ്യുന്നു. എല്ലാത്തിലും ഉപരി ഈ ദിവസങ്ങളിൽ കർത്താവ് ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന ആത്മീക മന്നയ്ക്കായി, പുതിയ പുതിയ റവലേഷനായി, ആത്മാവിൻ്റെ പുതുക്കത്തിനായി, കർത്താവ് ഞങ്ങളിൽ അങ്ങനെ ലൈവായിട്ട് മാനിഫെസ്റ്റ് ആകുന്നതിനായി, കർത്താവ് ശരിക്കും ഞങ്ങളുടെ ജീവിതത്തിനകത്ത് അനുഭവവേദ്യമാകുന്ന രീതിയിൽ, ആസ്വാദനമാകുന്ന രീതിയിൽ കർത്താവ് എല്ലാ ദിവസവും ഞങ്ങളിൽ നിറഞ്ഞ് കവിയുന്നതിനായി, കർത്താവിൻ്റെ സ്നേഹത്തിൽ, സമാധാനത്തിൽ, ആ സന്തോഷത്തിൽ ഞങ്ങളങ്ങനെ മുഴുകിയിരിക്കുവാൻ തക്കവണ്ണം കർത്താവ് ഞങ്ങളെ പ്രാപ്തനാക്കുന്നതിനായി കർത്താവെ നന്ദി പറയുന്നു. ആമേൻ.